ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാക്ഷസ സൈന്യം വരുന്നത് കണ്ടിട്ട് ഹനുമാൻ പർവ്വതങ്ങൾ കുലുങ്ങുമാറ് അലറി വിളിച്ചു. ഇരുമ്പുലക്ക കൊണ്ട് രാക്ഷസന്മാരെ അടിച്ച് തകർത്തു. രാവണൻ അയച്ച സൈന്യാധിപന്മാരെ കൊന്നു. അതോടൊപ്പം രാവണന്റെ പുത്രനായ അക്ഷകുമാരനെയും വകവരുത്തി. അനുജൻ മരിച്ചതറിഞ്ഞ് ഇന്ദ്രജിത്ത് യുദ്ധത്തിനായി പുറപ്പെട്ടു. ഹനുമാന്റെ അടുത്ത് വന്ന് ബാണങ്ങൾ തുരുതുരാ വർഷിച്ചു. കോപിച്ച ഹനുമാൻ തൂണ് പിഴുതെടുത്ത് ഇന്ദ്രജിത്തിന്റെ തേരും തേരാളിയെയും കുതിരകളെയും അടിച്ചു തകർത്തു. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അപ്പം അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഹനുമാൻ ഭൂമിയിൽ വീണതുപോലെ കിടന്നു. ഇന്ദ്രജിത്ത് ഹനുമാനെ രാവണന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി. നീ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ രാവണൻ ഹനുമാനോട് ചോദിച്ചു. ഹനുമാൻ രാവണനോട് പറയുകയാണ്, നീ രാക്ഷസ ബുദ്ധിയെ കളയണം, ദൈവമാർഗത്തെ സ്വീകരിക്കണം, തത്വജ്ഞാനം കൊണ്ട് കാമക്രോധ മോഹങ്ങളെ കളയൂ, ശരീരമാണ് ആത്മാവ് എന്ന ചിന്ത കളഞ്ഞാലും ആത്മാവ് പരബ്രഹ്മം തന്നെയാണ്. ഇത് തിരിച്ചറിയാൻ നീ ഹരിനാമം ഉരുവിടൂ, ശുദ്ധനാകൂ. പരധന കളത്ര മോഹേന നിത്യം വൃത പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടൊല നളിനദള നയന മഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മനം അദ്വയം ഭക്തവിശ്വാസേന സേവിക്ക സന്തതം ചരണമിക ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷം അനവധി ചടുതി ചെയ്തിതെന്നാകിലോ കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതുകിലവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളിതോർക്കടോ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതോ അമൃത സമവചനമിതി പവനതനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ. രാവണ, അപരന്റെ ധനത്തെയും ഭാര്യയെയും മോഹിക്കരുത്. രാമമന്ത്രം ഉരുവിടൂ. കോടിസൂര്യ സമപ്രഭനായ രാമനെ സ്മരിക്കുക. അദ്ദേഹം എല്ലാം ക്ഷമിച്ചു തരും. ഇത് സനകമുനിയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ രാവണൻ ക്രൂദ്ധനായിട്ട്, ഈ ധിക്കാരി ആരാണ് ശ്രീരാമൻ? എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കും, ഇവനെ കൊല്ലാൻ ഇവിടെ ആരുമില്ലേ എന്ന് രാവണൻ ചോദിച്ചപ്പോൾ വിഭീഷണൻ മന്ദമായിട്ട് പറയുകയാണ്, ദൂതന്മാരെ കൊല്ലുന്നത് രാജാക്കന്മാർക്ക് പറ്റിയതല്ല. ഇവിടെ ഇവനെ കൊന്നാൽ ആ വിവരം എങ്ങനെയാണ് രാമൻ അറിയുന്നത്? പകരം ഒരടയാളമായിട്ട് ഇവനെ അങ്ങോട്ട് അയക്കുന്നതല്ലേ ശരി. രാവണാനുജൻ്റെ വാക്കുകൾ കേട്ട് അങ്ങനെ തന്നെയെന്ന് സദസ്സ് അംഗീകരിച്ചു. വിഭീഷണന്റെ വാക്കുകൾ കേട്ട് രാവണൻ പറയുകയാണ്, വാനരന്മാർക്ക് മുഖത്തോ കൈകളിലോ അല്ല ശൗര്യം, അവരുടെ വാലിലാണ്. അതുകൊണ്ട് വാലിൽ തുണി ചുറ്റി തീ കൊളുത്തി രാത്രി വന്ന കള്ളനാണെന്ന് പറഞ്ഞ് എല്ലാവരും കേൾക്കുമാറ് ഇവനെ വാദ്യഘോഷങ്ങളോടെ നഗരം മുഴുവൻ നടത്തണം. തേജസ്സില്ലാത്തവനും കുലമഹിമയില്ലാത്തവനുമാണെന്ന് പറഞ്ഞ് വാനരക്കൂട്ടത്തിൽ നിന്ന് ഇവനെ പുറന്തള്ളും. അങ്ങനെ എണ്ണ, നെയ്യ് എന്നിവ മുക്കിയ തുണി തെരുതെരെ ഹനുമാന്റെ വാലിൽ ചുറ്റുന്ന സമയമെല്ലാം ഹനുമാൻ അനങ്ങാതെ നിന്നു. വാല് മാത്രം വീണ്ടും വലുതായി വന്നു. തുണി മുഴുവൻ തീർന്നു, എണ്ണ മുഴുവൻ തീർന്നു. എന്നിട്ടും വാൾ അവശേഷിച്ചു. വീടുകളിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ വസ്ത്രങ്ങളും കൊണ്ടുവന്ന്
ഹനുമാന്റെ വാലിൽ ചുറ്റി. നഗരവാസികൾ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇവൻ ദിവ്യനാണ്, ഇതൊരു വിനാശത്തിനാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തീ കൊളുത്തണമെന്ന് കുറച്ചു പേർ പറഞ്ഞു. വേണ്ട, ഇവനെ കള്ളനെന്ന് വിളിച്ച് തെരുവിലൂടെ നടത്തിയാൽ മതി എന്ന് മറ്റു ചിലർ വിളിച്ചു പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ വാലിന് തീ കൊടുത്തു. പുനരവരും അത് പൊഴുതു തീ കൊളുത്തിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തരാരാധികൾ ബലസഹിതമബലമിവ ബരഞ്ചു ഖണ്ഡം കൊണ്ട് ബദ്ധ്വാദൃഢതരം ധൃത്വാ കപിവരം കിതാവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളെയും ഉടനുടഞ്ഞറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനും അതികൃശ ശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമോടവൻ അതിചപലം അജല നിഭഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയോ കൊന്നവൻ. ഉടുപതിയൊഴുരസ്സു മടവുയരുമിയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറി മേവിടിനാൻ. ഉദവസിത നികരമുടനുടനു പരിവേഗമോടുൽപ്ലുത്യ പിന്നെയും ഉൽപ്ലുത്യ സത്വരം കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയൂ. പ്രകൃതി ചപലതയൊടവന ചലമോരോ മണിപ്രാസാദ ജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥ ബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മങ്ങളും അനലശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. ദേവശത്രുക്കൾ വാലിൻ്റെ അറ്റത്ത് തീ കൊളുത്തി. കള്ളനെന്ന് വിളിച്ചു പറഞ്ഞ് പെരുമ്പറ മുഴക്കി പടിഞ്ഞാറേ ഗോപുരം വരെ എത്തി. ഹനുമാൻ അപ്പോൾ തൻ്റെ ശരീരം തീരെ ചെറുതാക്കി. പെട്ടെന്ന് കയറ് അഴിഞ്ഞുപോയി. ഉടല് പർവ്വതത്തോളം വലുതാക്കി ഹനുമാൻ മേലോട്ട് ചാടി ഉയർന്നു. എടുത്തു നടന്നവരെ കൊണ്ട് വായുവേഗത്തിൽ ഗോപുരത്തിന് മുകളിൽ ചാടിക്കയറി ചന്ദ്രബിംബത്തെ തൊട്ടിരിക്കുന്നത് പോലെ ഇരുന്നു. ചാടി നടന്ന് ഒന്നിനു പുറകെ ഒന്നായി എല്ലാ ഭവനങ്ങൾക്കും തീ കൊടുത്തു. തീ ആളിക്കത്തി. കുതിരലായങ്ങൾ, സൈനിക താവളങ്ങൾ, ആയുധപ്പുരകളെല്ലാം ചാമ്പലായി. അഗ്നിക്കൊപ്പം ഹനുമാന്റെ മനസ്സ് വിഷ്ണുപദം പൂകി. രാമഭക്തനായ വിഭീഷണന്റെ ഭവനം ഒഴികെ എല്ലാം കത്തി ചാമ്പലായി. ഹനുമാൻ സീതയെ കണ്ട് ലങ്കയെ നശിപ്പിച്ചു, തിരിച്ചു വന്നു എന്ന് വാനരസംഘം ശ്രീരാമനെ അറിയിക്കുവാനായിട്ട് പുറപ്പെട്ടു. എല്ലാ വൃത്താന്തങ്ങളും രാമനോട് ഉണർത്തിച്ചു. രാമൻ വളരെ അധികം സന്തോഷിച്ചു. ഇതോടുകൂടി സുന്ദരകാന്ഡം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന കരണഭാവഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപാദ കഞ്ചാരുണം ശ്രീരാമ